എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂർ. നമുക്കിന്ന് 8ാമത്തെ ശ്ലോകം നോക്കാം. 21ാം ദശകത്തിലെ യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ ദൃഢഭക്തിഭാജ ഹനുമത സംസേവിതഃ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മകഃ പരിലസൻ വിഷ്ണു ത്വം പരിപാഹി. ഇവിടെ ഈ 8ാമത്തെ ശ്ലോകത്തിലുള്ള ആവൃതത്തിന് തെക്കായിട്ട് ഹരിവർഷം എന്നു പേരായ ദേശമാണെന്ന് നമ്മൾ 3ാം ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈഃ പരിഷേവ്യമാണ്. ഇനി അതിനും തെക്കായിട്ടാണ് കിംപുരുഷം എന്ന ഭൂഖണ്ഡം. അപ്പോൾ ഇനി ആ കിംപുരുഷം കഴിഞ്ഞിട്ട് അതിൽ ഈ കിംപുരുഷം എന്ന ഭൂഖണ്ഡത്തിൽ പരമഭക്തനായ ഹനുമാൻ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ രാമായണത്തിലൊക്കെ കണ്ടതല്ലേ. അതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല, അനുപമമായ അതുല്യമായ ഭക്തിയോട് കൂടിയിട്ട് ശ്രീരാമനെ അവിടുത്തെ ജനങ്ങളോട് കൂടി ഭജിക്കുകയാണ്. അതുപോലെ തന്നെ ആ ശ്രീരാമനാണ് അവിടുത്തെ ആ അവതാരം. അതുപോലെ ആഷ്ടിഷണൻ എന്ന ഗന്ധർവശ്രേഷ്ഠനാണ് അനുയായികളോട് കൂടി ചേർന്ന് അവിടെ ശ്രീരാമൻ്റെ ഒരു പരമമംഗളകരമായിട്ടുള്ള ഒരു ചരിതം ഹനുമാൻ കേൾക്കുകയും ഈ സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ. ഇളാവൃതത്തിന് തെക്ക് ഹരിവർഷത്തിനും തെക്ക് ഭാഗത്തായിട്ടാണ് കിംപുരുഷം. ആ കിംപുരുഷ എന്ന ഭൂഖണ്ഡത്തിൽ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ പരമഭക്തനായ ഹനുമാനാൽ ഉറച്ച ഭക്തിയോടുകൂടി നന്നായി സേവിക്കപ്പെടുന്നവനായിട്ട് സീതാഭിരാമ പരമാത്ഭുതരൂപശാലി. സീതാഭിരാമൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന സീതയാൽ സന്തോഷിക്കപ്പെടുന്നവൻ, അല്ലെങ്കിൽ സീതയുടെ സാന്നിധ്യത്താൽ ശോഭിക്കുന്നതായിട്ടും പറയാം, അല്ലെങ്കിൽ സീതാദേവിയെ രമിപ്പിക്കുന്നവനായിട്ടും വേണമെങ്കിൽ ശ്രീരാമനെ പറയാം. ഏതായാലും ആ പരമാത്ഭുതമാണ്, ആശ്ചര്യജനകമാണ്, ആശ്ചര്യകരമായ ആകാരഭംഗിയോടുകൂടിയ ആ ശോഭിക്കുന്ന ആകാരസുഷമ കൊണ്ട് ശോഭിക്കുന്നവനുമായ രാമാത്മക പരിലസൻ പരിവാഹി വിഷ്ണു. ശ്രീരാമൻ്റെ രൂപത്തിൽ, ആ മനുഷ്യാവതാരം എടുത്ത ശ്രീരാമൻ്റെ രൂപത്തിൽ ശോഭിക്കുന്നവനുമായ വിഷ്ണു, മഹാവിഷ്ണു, അങ്ങേ ത്വം പരിവാഹി, അങ്ങ് പരിപാലിക്കണമേ എന്നെ എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെയും എല്ലാവരെയും, നമ്മളെല്ലാവരെയും പരിപാലിക്കണമേ എന്ന് വെൽപ്പത്തൂര് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇവിടെ ഒന്നോടെ നോക്കാതെ യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. വിഷ്ണു ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി 9ാമത്തെ ശ്ലോകം നോക്കാം. 9ാമത്തെ ശ്ലോകത്തിൽ ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുദിഭിः സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുദിഭിः സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ സാഖ്യയോഗനുദിഭിः സമുപാസ്യമാനഃ ഇഹ ആകൽപകാലം
സാധുജനാഭിരക്ഷി നരസഖഃ നാരായണഃ ത്വം ഭൂമൻ പരിപാഹി. ഇനി സഹ ഭാരതഖണ്ഡമുഖ്യം. ഇവിടെ ഭാരതഖണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ശ്രീ നാരദ മഹർഷിയോടുകൂടി സഹ നാരദേന, ശ്രീ നാരദേന സഹ ഭാരതഖണ്ഡം. അത് നമ്മൾ പഠിച്ചു. ഭരതനാണ് അവിടുത്തെ ആ രാജാവായിട്ട് ഭരിക്കുന്ന അജനാഭവർഷമാണ് ഭാരതമായിട്ട് മാറിയത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ, ആ നാരദ മഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ ആ പ്രധാന ഭക്തന്മാർ, ജനങ്ങൾ, സാഖ്യയോഗനുദിഭിഹി, സാഖ്യയോഗത്തിലെ ആ തത്വശാസ്ത്രപ്രകാരമുള്ള ആ യോഗശാസ്ത്ര പ്രകാശങ്ങളുമായി അതിൽ പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള വിശേഷപ്പെട്ട സ്തോത്രങ്ങളെ കൊണ്ട് വേണ്ടതുപോലെ നല്ലവണ്ണം ഉപാസിക്കുകയാണ്. അങ്ങനെ ഉപാസിക്കുന്നവനായ ഭഗവാൻ ഇഹ ആകൽപ്പകാലം, ആ കൽപ്പകാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൽപ്പകാലം ഈ ഭാരതവർഷത്തിൽ, ഇഹ ഇവിടെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഭാരതവർഷത്തിൽ, ഈ ഭാരത ഭൂഖണ്ഡത്തിൽ പ്രളയം വരെയും കൽപ്പാന്തകാലം വരെയും ആ സുഹൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്ന, നമ്മൾ പഠിച്ചു ഭരതൻ വളരെ നല്ല രാജാവാണെന്ന് പഠിച്ചു അല്ലേ. ആ കൽപ്പകാലമിഹ സാധുജനാഭിരക്ഷി, ഇവിടെ ആ പ്രളയം വരെ ഭാരതവർഷത്തിൽ കൽപ്പാന്തത്തിൽ വരെ സാധുജനാഭിരക്ഷി, സജ്ജനങ്ങളായ സുഹൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും നാരായണ നരസഖ പരിപാഹി ഭൂമൻ, നരനാകുന്ന സഖാവോടുകൂടി, അതായത് സുഹൃത്തായിട്ടാണ് നരനെ പറഞ്ഞിരിക്കുന്നത്. ആ നാരായണമൂർത്തിയായ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ അങ്ങ് പരിപാലിക്കണമേ. ഭഗവാൻ വിഷ്ണു ഭാരതവർഷത്തിൽ നരനാരായണന്മാരെന്ന പേരിൽ കൽപ്പാന്തകാലത്തോളം ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, ഇന്ദ്രിയ നിഗ്രഹം മുതലായവയോടുകൂടി ആത്മജ്ഞാനത്തിനുതകുന്ന ആ തപസ് അനുഷ്ഠിക്കുന്നു. ആ ഭാഗവതോത്തമനായ ശ്രീ നാരദ മഹർഷി ഭാരതവർഷത്തിലെ പ്രജകളോടൊപ്പം ഭഗവാനാൽ ഇങ്ങനെ പറയപ്പെട്ടതും അതുപോലെ തന്നെ ഭഗവൻ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നതുമായിട്ടുള്ള സാഖ്യയോഗ തത്വങ്ങളടങ്ങിയ പഞ്ചരാത്ര സിദ്ധാന്തത്തെ ആ സാവർണി മനുവിന് ഉപദേശിച്ചുകൊണ്ട് ഭജിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാഖ്യയോഗനുദിഭിः സമുപാസ്യമാന ആകൽപ്പകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഇങ്ങനെ ഈ 9 ഇത് പറഞ്ഞു. നമ്മൾ 9 ഖണ്ഡങ്ങളെക്കുറിച്ചും പറഞ്ഞു. നവവർഷങ്ങളുടെ ആഖ്യാനം കഴിഞ്ഞു. ഇനി നമുക്ക് ദീപങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയാണ് അടുത്ത ശ്ലോകം മുതൽ. പ്ലാക്ഷേർക്കരൂപമൈശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാംനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. ഇവിടെ പ്ലാക്ഷേർക്കരൂപമൈശാൽമല ഇന്ദുരൂപം, ഐ പ്ലാക്ഷേ അർക്കരൂപം, ശാൽമലേ ഇന്ദുരൂപം, കുശനാമനി ദ്വീപേ വന്യരൂപം, ക്രൗഞ്ചേ അംബുരൂപം, അധ ശാഖേ വായുമയം ച പുഷ്കരനാംനി ബ്രഹ്മരൂപം അപി ത്വം ലോകാഃ ഭജന്തി. അല്ലയോ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പ്ലക്ഷം എന്ന ദ്വീപിന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അർത്ഥം. ഈ ദശകത്തിൻ്റെ ആദ്യം തന്നെ പ്ലാക്ഷേർക്കരൂപം ഐശാൽമല ഇന്ദുരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്ലാക്ഷദ്വീപത്തിൽ ആദിത്യസ്വരൂപനായിട്ടും ഭഗവാൻ വിളങ്ങുന്നത് ആദിത്യസ്വരൂപനായിട്ടാണ്. ശാൽമലെ ഇന്ദുരൂപം, ശാൽമല ദ്വീപത്തിൽ ചന്ദ്രസ്വരൂപൻ, അതായത് ചന്ദ്രനായിട്ടാണ് അവിടുന്ന് വിളങ്ങുന്നത്. കുശനാമനി ദ്വീപേ, കുശം എന്ന ദ്വീപിൽ അഗ്നിയായിട്ടാണ് ഭഗവാൻ വിളങ്ങുന്നത്. ക്രൗഞ്ചം എന്ന ദ്വീപിലോ അംബുരൂപം, അംബു എന്ന് പറഞ്ഞാൽ ജലസ്വരൂപനായിട്ട്. അധ ശാഖേ വായുമയം ച, ശാഖദ്വീപത്തിൽ വായുസ്വരൂപനായിട്ട്. പുഷ്കരനാംനി ബ്രഹ്മരൂപം, അതുപോലെ പുഷ്കരം എന്ന ദ്വീപിൽ
പരബ്രഹ്മസ്വരൂപനായിട്ട്. അങ്ങനെ ആ ബ്രഹ്മരൂപം എന്നുദ്ദേശിക്കുന്ന ഇവിടെ പരബ്രഹ്മസ്വരൂപമാണ്. അപിത്വം ലോകാഹ ഭജന്തി. അങ്ങനെ ഈ ഓരോരോ രൂപത്തിൽ ഓരോരോ ദ്വീപത്തിൽ വിളങ്ങുന്ന അങ്ങയെ ഭക്തരായ ഞങ്ങൾ ഭജിക്കുന്നു. ജനങ്ങൾ ലോകാഹ ഭജന്തി, ലോകത്തിലെ എല്ലാ ജനങ്ങളും ഭജിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്ലാക്ഷേർക്കരൂപമൈശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്യരൂപം ക്രൗഞ്ചേംബുരൂപമധ വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. ഇനി അടുത്ത ശ്ലോകം 11ാം ശ്ലോകത്തിൽ സർവൈർധ്രുവാദിഭിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. സർവൈർധ്രുവാദിഭിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ധ്രുവാദിഭിഃ സർവൈഃ ഉഡുപ്രകരൈഃ ഗ്രഹൈഃ ച സന്ധ്യാസു ശിംശുമാരവപുഷാ മഹതാം ഉപാസ്യഃ സിന്ധുശായിൻ ത്വം മമ നരകം രുന്ധി. ഇവിടെ ഭഗവാനെ, അതായത് വാൽ തുടങ്ങിയ അതായത് അവയവങ്ങളുടെ സ്ഥാനത്ത് സങ്കല്പിക്കപ്പെടുന്ന ധ്രുവ നക്ഷത്രം, അതാണ് ശിംശുമാരൻ എന്ന് പറഞ്ഞാൽ മുതല എന്നാണ്. നമുക്ക് ഈ ശിംശുമാരൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മുതല എന്നാണ് അർത്ഥം. ഈ നമ്മുടെ അതായത് ജ്യോതിചക്രത്തെ ഈ ഭഗവാൻ വാസുദേവൻ ഈ യോഗധാരണ കർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മുതലയുടെ ആകൃതിയിൽ ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ആ ധ്രുവ നക്ഷത്രം തല കീഴ്പോട്ടാക്കി ഇങ്ങനെ വളച്ച് പിടിച്ച് ശരീരത്തോട് കൂടി കിടക്കുന്ന ഒരു മുതല അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ വാലിൻ്റെ അഗ്രഭാഗത്തായിട്ടാണ് ഈ ധ്രുവനെ കൽപ്പിച്ചിരിക്കുന്നത്, ആ ധ്രുവ നക്ഷത്രം. ബാക്കി ഭാഗത്ത് കശ്യപൻ, അഗ്നി, ഇന്ദ്രൻ, ധർമ്മൻ എന്നിവർ, അങ്ങനെ ഓരോന്നിനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വാലിൻ്റെ ബാക്കി ഭാഗത്ത് ഇങ്ങനെ കടക്കിൽ ധാതാവ്, വിധാതാവ്, കടിപ്രദേശം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൽ സപ്തർഷിമാർ, ഉടലിൻ്റെ വലതു ഭാഗത്തായിട്ട് ഉത്തരായണ നക്ഷത്രങ്ങൾ, ഇടത് ഭാഗത്തായിട്ട് ദക്ഷിണായന നക്ഷത്രങ്ങൾ, ഇങ്ങനെ സങ്കല്പിച്ചിരിക്കുകയാണ്. ഈ മുതല ഇങ്ങനെ വളഞ്ഞ് വൃത്താകാരത്തിൽ ഒരു കുണ്ടലം പോലെയാണ് കിടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ശിശുമാര ശരീരം, അതായത് മുതലയുടെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലും നക്ഷത്ര സംഖ്യകൾ തുല്യമായിട്ടാണ് ഓരോന്നിൻ്റെയും ഓരോ ഭാഗത്ത്. അപ്പോൾ വാലിൻ്റെ അഗ്രഭാഗത്ത് ധ്രുവ നക്ഷത്രമാണെന്ന് പറഞ്ഞു. ഉദരഭാഗത്ത് സ്വർനദിയായ ഗംഗയുണ്ട്. പുറകു ഭാഗത്താണെങ്കിൽ അജവീഥിയുണ്ട്. ഇനി അരക്കെട്ടിൻ്റെ ഇരുവശത്തുമായിട്ട് പുണർദവും പൂയവും നക്ഷത്രങ്ങൾ, ഇടതും വലതുമുള്ള പിൻകാലുകളിൽ തിരുവാതിരയും ആയില്യവും സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇടത്തും വലത്തുമുള്ള നാസികാദ്വാരങ്ങൾ ഉത്രാടവും അഭിജിത്ത് നക്ഷത്രവും, അതുപോലെ തന്നെ ഇരുനേത്രങ്ങൾ, കണ്ണുകളിൽ പൂരാടവും തിരുവോണവും, കർണങ്ങളിൽ അവിട്ടവും മൂലവും സ്ഥിതി ചെയ്യുന്നു. ഇടത് വാരിയലിൽ മകം മുതൽ അനിഴം വരെയുള്ള 8 ദക്ഷിണായന നക്ഷത്രങ്ങൾ, വലത് വാരിയലിൽ പൂരുട്ടാതി മുതൽ മകയിരം വരെയുള്ള 8 ഉത്തരായണ നക്ഷത്രങ്ങൾ, ഇങ്ങനെ ഇരു തോളുകളിലുമായിട്ട് ചതയം, തൃക്കേട്ട ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശിശുമാര സ്വരൂപം, ഈ ശിശുമാരം എന്നുള്ളതിന് ശിംശുമാരം എന്നും കാണുന്നുണ്ട്, ശിശുമാരം എന്നും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വാക്കിൻ്റെ അർത്ഥം മുതല എന്നാണ്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അതാണ്. സർവൈർ ധ്രുവാദിഭിരുഡുപപ്രകരൈർഗ്രഹൈശ്ച, ഇവിടെ പുച്ഛാദികേഷു അവയവേഷു, ഓരോ അവയവങ്ങളിൽ ഒരു മുതലയുടെ ആ രൂപത്തിൽ ഭഗവാനെ സങ്കല്പിച്ചിട്ട് ആ ധ്രുവൻ മുതലായ സകല നക്ഷത്ര സമൂഹങ്ങളോടും സൂര്യചന്ദ്രന്മാരായ ഗ്രഹങ്ങളോടും കൂടിയവനാണ് അങ്ങ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ.
പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷ. ത്വം അവിടുന്ന് ഒരു മുതലയുടെ ശരീരത്തോടുകൂടി മഹതാമുപാസ്യഃ അങ്ങനെ അങ്ങയെ ആ മുതലയുടെ ആകാരത്തോടുകൂടി ശിംശുമാരത്തിൻ്റെ വടിവുള്ളവനായിട്ട് വിദ്വാൻമാരാൽ സേവിക്കപ്പെടേണ്ടവനായിട്ട് അവിടുത്തെ ഉപാസിക്കപ്പെടുന്നതായിട്ട് സിന്ധുശായിൻ ത്വം മമ നരകം രുന്ധി. ആ പാലാഴി സിന്ധുശായിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിന്ധു സമുദ്രമാണ്, ഇവിടെ പാലാഴിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ അവിടുന്ന് ഈ ഉള്ളവൻ്റെ നരകത്തെ തടയുമാറാകണമേ. രുന്ധി തടയുക, നരകം, അതായത് ഈ നരകം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ രോഗങ്ങളെയാണ് നരകത്തെ തടയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത നരകതുല്യമായ പീഡയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ആ പാപത്തെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്രീ മേൽപ്പത്തൂർ. ഈ ഭൂമണ്ഡലത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ശ്ലോകത്തിൽ ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയുമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഭഗവാൻ ഒരു മുതലയുടെ ആകൃതിയിൽ, ഇവിടെ ഈ പുസ്തകത്തിൽ ഈ വനമാല വ്യാഖ്യാനത്തിൽ മത്സ്യം എന്നാണ് ശിംശുമാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭാഗവതത്തിൽ മുതല എന്നാണ് അതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. മുതലയുടെ ആകൃതിയിൽ എന്നാണ് എനിക്ക് കുറച്ചും കൂടെ ശരിയെന്ന് തോന്നുന്നത്. ഇനി അത് അത്രയും പറയാനുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു വലിയ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഭാഗവതത്തിൽ മുതല എന്നും ഈ ബുക്കിൽ മത്സ്യമെന്നുമാണ്. എന്തായാലും നമുക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും ഭഗവാൻ അങ്ങനെ ആ ശിംശുമാരത്തിൻ്റെ ആകൃതിയിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ രണ്ട് സൈഡിലും സങ്കല്പിച്ച് അങ്ങനെയുള്ള ആ രൂപത്തെ നമ്മൾ ധ്യാനിക്കുന്നു എന്ന് മാത്രം. ഭഗവാനെ അങ്ങനെ എല്ലാവരും ധ്യാനിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ധ്രുവ നക്ഷത്രം മറ്റ് അവയവങ്ങളുടെ സ്ഥാനങ്ങളിൽ മറ്റ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആകുന്നു എന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ ധ്രുവ നക്ഷത്രത്തിനെ ചുറ്റിയാണ് മറ്റേ എല്ലാ നക്ഷത്രങ്ങളും ചലിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെയുള്ള പാതാളത്തെ പറ്റിയാണ് അടുത്ത ശ്ലോകം പറയുന്നത്. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. പാതാളമുലഭുവി ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭി ജുഷ്ടം ശേഷതനും ഭവന്തം ഭജേ ഗുരുഗേഹനാഥ ഗദാൻ ഹര. ഇനി പാതാളത്തിൻ്റെ ഇവിടെ പാതാളം മതി, പാതാളം വേണ്ട. അപ്പോൾ പാതാളത്തിൻ്റെ മൂലഭുവി എന്ന് പറഞ്ഞാൽ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് പാതാള മൂലഭുവി. ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭി ജുഷ്ടം ശേഷതനും ഭവന്തം ഭജേ ഗുരുഗേഹനാഥ ഗദാൻ ഹര. പാതാളമൂലഭുവിശേഷതനും ഭവന്തം പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം. അങ്ങനെ ലോലൈക കുണ്ടല വിരാജി എന്ന് പറഞ്ഞാൽ ഒരു കുണ്ടലം കൊണ്ട് നന്നായി വിളങ്ങുന്ന 1000 ഫണങ്ങൾ ഉള്ളവനും. അപ്പോൾ കുണ്ടലം പോലെ കിടന്ന് ആടിക്കളിക്കുന്ന ആ ഭഗവാൻ, ആ ആദിശേഷനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹസ്രശീർഷം, എത്രയാണ്? 1000 ഫണങ്ങളോട് കൂടിയവനാണ്. ഇനി നീലാംബരം ധൃതഹലം, നീലവർണ്ണത്തോടുകൂടിയ വസ്ത്രം ധരിച്ചവനും, ഹലം കലപ്പ ആയുധമായി എടുത്തിട്ടുള്ളവനും, ധൃതഹലം ഹലം കലപ്പ ധരിച്ചിട്ടുള്ളവനും, ഭുജഗാംഗനാഭിഹി, ഭുജഗാംഗനാഭിഹി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നാഗസ്ത്രീകളാൽ പരിസേവിതനമായിട്ടുള്ള, ആ പാതാള ലോകത്ത് നാഗങ്ങളാണ്, അതുകൊണ്ടാണ് നാഗസ്ത്രീകളാൽ പരിസേവിതനായിട്ടുള്ളവനുമായ ശേഷതനും ഭവന്തം ഭജേ, ആദിശേഷൻ്റെ രൂപത്തിലുള്ള അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ഭവന്തം ഭജേ,
ഗുരുഗേഹനാഥ ഗദാൻഹര. അല്ലേ ഗുരുവായൂരപ്പ ഭഗവാനെ കൃഷ്ണ, എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. ശ്രീ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ജഗത്തിൻ്റെ പ്രധാന വിഭാഗങ്ങളും അവയിൽ ഓരോന്നിലും ഏതേത് രൂപത്തിലും ഭഗവാനെ ഭജിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഈ ദശകത്തിൽ ഒരു സാമാന്യമായിട്ടുള്ള ഒരു വിവരണം നമുക്കെല്ലാവർക്കും കിട്ടി. ഭഗവാനെ പ്രസാദിക്കണേ, ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ. ഇനി വനമാല വ്യാഖ്യാനത്തിൻ്റെ ഈ ദശകത്തിൻ്റെ അവസാനം ഇപ്പം നമ്മൾ പറഞ്ഞ 9 വർഷങ്ങൾ, അതിലെ ഉപാസിക്കുന്നത് ആരെയൊക്കെയാണെന്ന്, അതുപോലെ തന്നെ ആ ഉപാസ്യ ദേവതമാരാരൊക്കെയാണെന്നും അവതാരം ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാക്ഷം, കുശം, ശാകം ഇതെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഓരോ ദ്വീപുകളുടെ പേരുകളും. നമുക്ക് ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. 22ാം ദശകം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.